ഇന്ന് വീണ്ടും കിച്ചണിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീഡിയോസിൽ കാണുന്ന നിങ്ങൾ പലരും അതിൻ്റെ ലിങ്ക് ചോദിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണേ. അപ്പോൾ അതിൽ ആദ്യത്തെ ഐറ്റം കുക്കറായിട്ടും കടായി ആയിട്ടും ഒരേ ഐറ്റം തന്നെ യൂസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് നല്ല ഈസിയാണല്ലേ. ഇത് അതുപോലൊരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ മൂന്നാമത് ഇതുപോലൊരു ലിഡ് കൂടെ വരുന്നുണ്ട്. കുക്കറിൽ ചോറ് വയ്ക്കുന്നവർക്ക് ചോറ് വാർക്കാനും എന്തെങ്കിലുമൊക്കെ വേവിച്ചിട്ട് നമുക്ക് വെള്ളം ഊറ്റി കളയാനും ഒക്കെ നല്ലതാണ്. ഇൻഡക്ഷൻ ബേസാണ്. ഇതിപ്പോൾ 3 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. 5 ലിറ്ററിൻ്റെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 ലിറ്ററിൻ്റെയും 5 ലിറ്ററിൻ്റെയും കോംബോ ഉണ്ട് 3 ലിഡായിട്ട് കേട്ടോ. വാങ്ങിച്ചാൽ ഒരിക്കലും നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട വരില്ലാത്ത പോലത്തെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അത്ര യൂസ്ഫുള്ളാണ്. അടുത്തതും ഒരു 3 in 1 പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിൽ വരുന്ന 3 സാധനങ്ങളാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബൗളുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഡ്രെയിനർ ബാസ്ക്കറ്റ് ഉണ്ട്. കൂടെ ഒരു ഗ്രേറ്ററും ഉണ്ട്. പല വലുപ്പത്തിലും പല രീതിയിലും നമുക്ക് ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുമാത്രമല്ല ഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ ഒട്ടും പുറത്തേക്ക് തെറിക്കാതെ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇതിനകത്തുള്ള ഈ ഒരു സ്റ്റീൽ ബൗൾ നമുക്ക് എന്താവശ്യത്തിന് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഡ്രെയിനർ ബാസ്ക്കറ്റും. അരി കഴുകി എടുത്തു വെക്കാനും അതുപോലെ പയറ് പരിപ്പൊക്കെ കഴുകി വരാനും ഒക്കെ നമുക്ക് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇത് കിച്ചണിലേക്ക് എന്തായാലും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കുമേ. അടുത്തത് ഇതുപോലെ തന്നെ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ്. പ്രസ്റ്റീജ് പ്ലാറ്റിനയുടെ ഈ ഒരു ഫ്രൈങ് പാനാണ് കേട്ടോ. ഇതൊരു 3 മാസം മുമ്പ് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതും ഇൻഡക്ഷൻ ബേസാണ്. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഇത് 26 സെൻറ്റിമീറ്ററിൻ്റെ 3 ലിറ്ററിൻ്റെ ഉള്ളതിൽ ഏറ്റവും വലുതാണ് കേട്ടോ. ഇതും വേറെ 2 സൈസിലും കൂടെ അവൈലബിൾ ആണ്. 24 സെൻറ്റിമീറ്റർ ആയിട്ടും 22 സെൻറ്റിമീറ്റർ ആയിട്ടും 2 സൈസിൽ അവൈലബിൾ ആണ്. അടുത്തതും പ്രസ്റ്റീജിൻ്റെ തന്നെ ഒരു 3 നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ കോംബോ ആണ് കേട്ടോ. കടായി, തവ, ഫ്രൈങ് പാൻ അങ്ങനെ 3 എണ്ണമായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ 3 എണ്ണത്തിനും പറ്റുന്ന പോലെ ഒരു ഗ്ലാസ് ലിഡും ഉണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു സ്റ്റീമർ ബാസ്ക്കറ്റ് ഇനി എൻ്റെ വീഡിയോയിൽ കാണാത്തവർ കുറവായിരിക്കും അല്ലേ. ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും വെച്ച് ആവി കയറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സാധനത്തിൻ്റെ അഡ്വാൻറ്റേജ്. ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു പാത്രത്തിൽ ആവി കയറ്റിയെടുക്കാം. കുറച്ചേ ഉള്ളെങ്കിൽ ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ ഇറക്കി വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇതിൻ്റെ അടിയിൽ ഇതുപോലെ സ്റ്റാൻഡ് പോലുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഇത് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പൊങ്ങി നിന്നോളും. അകത്തേക്ക് വെള്ളം കയറുമൊന്നുമില്ല. അടുത്തത് ഞാനൊരു ടിഫിൻ ബോക്സ് കാണിച്ചു തരാം. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് വാങ്ങിച്ചതാണേ. ഇതുപോലെ സെപ്പറേറ്റ് ഒരു പാർട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കറി വയ്ക്കാം. ചോറ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചാൽ മതി. ഇതുപോലെ ഒരുപാട് മോഡൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് നല്ല ക്വാളിറ്റി സ്റ്റീലാണ് കേട്ടോ. ഇതിൻ്റെ അറ്റം ഒട്ടും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല. ഞാനൊരു 2 മാസത്തോളമായി ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട് കണ്ടോ, ഇത് പ്ലാസ്റ്റിക് ആണേ. ഇത് നമുക്കിങ്ങനെ ഊരി മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ ഈ സാധനം നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു പാർട്ട് ഫിക്സഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് അവർ എക്സ്ട്രാ ഒരു 2 എണ്ണം വെച്ചിട്ടുണ്ട്. എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല ഇതുവരെ. സ്റ്റീൽ പാത്രം എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള പാത്രമാണ് കേട്ടോ. കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ നമുക്ക് ടിഫിൻ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ടിഫിൻ ബോക്സ് ആണേ. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ വീഡിയോയുടെ മുകളിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ.